വെംബ്ലിയിലെ സെന്റ് ജോസഫ് കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതിമ അജ്ഞാതർ തകർത്തു. ഓഗസ്റ്റ് 6 രാത്രിയിൽ ഓഗസ്റ്റ് 7 പുലർച്ചെയോ ആണ് ആക്രമണം നടന്നതെന്ന് ഇടവക ഓഫീസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ലെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു. ഈ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയിൽ ഇടവക സമൂഹം ഒന്നടങ്കം ദുഃഖിതരാണെന്ന് ഇടവക അധികാരികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ലിവർപൂളിന് സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടലിൽ യുവാവായ ആക്രമിയുടെ കുത്തേറ്റ് 3 പിഞ്ചുകുട്ടികൾ മരിച്ച സംഭവത്തെ തുടർന്നാണ് UK-യിൽ അക്രമം നടക്കുന്നത്. പള്ളിയുടെ മുൻവശത്തുള്ള ഒരു ഗ്രോട്ടോയിൽ മറിയത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അവിടെ നിന്നും പ്രതിമ മാറ്റിയിരുന്നു. പ്രതിമ സ്ഥാപിച്ച അൽക്കോവ് തെരുവിലേക്ക് അഭിമുഖമായി നശിപ്പിക്കപ്പെട്ട പ്രതിമയുടേതെന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ പ്രചരിക്കുകയാണ്. സൗത്ത് പോർട്ടലിലെ ഒരു ഡാൻസ് ക്ലാസ്സിൽ കത്തിക്കൊണ്ട് 3 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതും തുടർന്നുണ്ടായ വീഴ്ചയും പ്രത്യേകിച്ച് UK-യുടെ ഇമിഗ്രേഷൻ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളമുള്ള പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായി. ബിഷപ്സ് കോൺഫറൻസിലെ അഭയാർത്ഥികളുടെ ഉത്തരവാദിത്തമുള്ള ബിഷപ്പ് പോൾ മക്കലീനൻ ആൾക്കൂട്ടാക്രമണങ്ങളോട് പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും വേണമെന്ന് ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു.